പറഞ്ഞത് ലാ യുഅ്മിനു അഹദുക്കും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വവലദിഹി വന്നാസി അജ്മഈൻ. വേദനയോടെ നിന്നെ പ്രസവിച്ച ഉമ്മയെക്കാളും നിനക്ക് ചിലവന് തന്ന വാപ്പയെക്കാളും കണ്ണേ കരളെ മുത്തേ പൊന്നെ എന്ന് പറഞ്ഞ നീ താലോലിക്കുന്ന മക്കളെക്കാളും ഈ പ്രവാചകനെ ഇഷ്ടപ്പെടുന്നതുവരെ ലോകത്ത് ജീവിച്ചിരിക്കുന്ന സർവ്വ മനുഷ്യരെക്കാൾ 9 മണിവരെ നീണ്ടു നിൽക്കുന്ന കേരളത്തിന്റെ ഫുട്ബോളിന്റെ ഫൈനൽ കാണാ കൊച്ചിയിലെ സ്റ്റേഡിയത്തിനകത്തേക്ക് തള്ളിക്കേറിയ ചെറുപ്പക്കാരാ, മഞ്ഞ യൂണിഫോം ധരിച്ചുകൊണ്ട് കേരളത്തിന് വേണ്ടി പന്ത് തട്ടുന്ന കായിക താരങ്ങളുടെ മുദ്രാവാക്യം വിളിക്കുമ്പോ അവർക്ക് സപ്പോർട്ട് ചെയ്തുകൊണ്ട് കൂട്ടുകാരുടെ ഗ്യാങ് ഉണ്ടാക്കിയെടുക്കുമ്പോ വന്നാസി അജ്മഈൻ, ലോകത്തുള്ള സർവ്വ മനുഷ്യരെക്കാൾ വേദനയോടെ പ്രസവിച്ച ഉമ്മ, നിന്റെ മനസ്സിന്റെ രാജാക്കന്മാരായ വാപ്പമാര്, അല്ലാഹുവേ നമ്മുടെ പുന്നാര മക്കള്, പിന്നെ ലോകത്ത് നമ്മൾ കാണുന്ന സർവ്വ മനുഷ്യര് അവരെക്കാളൊക്കെ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിക്കുന്നതുവരെ നിങ്ങൾ മുഅ്മിനല്ല. എങ്ങനെയാണ് നമുക്ക് സ്നേഹിക്കാൻ കഴിയുക? നമ്മൾ കണ്ടില്ല, നമ്മൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കണ്ടില്ല, നേരിട്ട് കണ്ടില്ല. പ്രവാചകരുടെ വർത്തമാനം നമ്മൾ നേരിട്ട് കേട്ടില്ല. പിന്നെ ഈ ചരിത്രങ്ങളൊക്കെ നമുക്കറിയാം. ചിലർക്ക് മനസ്സിൽ സംശയമുണ്ട്, മഹാഭാരതവും ഭഗവത്ഗീതയൊക്കെ പോലെ ഇതും കഥകളായി തീരുമോ? അങ്ങനെ ഒരു വ്യക്തി ഇല്ലേ? കാലഘട്ടം പുരോഗമിച്ചു വരുമ്പോ മനസ്സിന്റെ അകത്ത് ചില യുവാക്കൾക്ക്, യുവതികൾക്ക് സംശയവും വന്നേക്കാം. പക്ഷെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മൾ കണ്ടിട്ടില്ല, നമ്മുടെ മുമ്പിൽ വന്നിട്ടില്ല, നമ്മളോട് നേരിട്ട് സംസാരിച്ചിട്ടില്ല. നമ്മുടെ ഉമ്മയും നമ്മുടെ വാപ്പയും നമ്മുടെ മക്കളും അവരൊക്കെ നമ്മൾ നേരിട്ട് കണ്ടിട്ടുണ്ട്. നമ്മൾ ഇഷ്ടപ്പെടുന്ന നേതാക്കന്മാരെ മുഴുവനും നമ്മൾ കണ്ടിട്ടുണ്ട്. പ്രവാചകരെ നമ്മൾ കണ്ടിട്ടില്ല. ഈ കാണാത്ത പ്രവാചകരെ കണ്ടവരെക്കാൾ കൂടുതൽ എങ്ങനെയാണ് ഈ മനുഷ്യർക്ക് ഇഷ്ടപ്പെടാൻ പറ്റുക? എങ്ങനെ നമ്മൾ സ്നേഹിക്കും? എങ്ങനെ നമുക്കതിന് കഴിയും? നമ്മുടെ ഉമ്മയെ നമ്മൾ സ്നേഹിക്കുന്നത്, ഉമ്മ നമുക്ക് വേണ്ടി ഉറക്കമൊഴിഞ്ഞു, ഉമ്മ നമുക്ക് വേണ്ടി ത്യാഗം ചെയ്തു, ഉമ്മ നമുക്ക് വേണ്ടി കഷ്ടപ്പെട്ടു. ഇക്കട്ട കൊണ്ടൊന്നേറിഞ്ഞാലും എന്റെ കുഞ്ഞിനെ കാക്ക് നീ മന്നാനേ, കഴുത്തിൽ കയറിട്ട മറുനാളും മോനെ മോനെ നല്ലാതെ വിളിക്കൂലേ. തീക്കട്ടയിലൂടെ ഇറങ്ങി നടന്നാലും പൊന്നുമോന്റെ ശരീരത്തില്, തീക്കട്ടയിലൂടെ ഇറങ്ങി നടന്നാലും പൊന്നുമോന്റെ ശരീരത്തില് ചൂടടിക്കാതെ നെഞ്ചിനോട് ചേർത്ത് വെച്ചിരിക്കുന്ന ഉമ്മ. അല്ലാഹുവേ, പൊന്നുമോൻ തന്നെ ഉമ്മയെ കൊല്ലാൻ കഴുത്തിൽ കയറിട്ടുകൊണ്ട് വലിച്ചമർത്തിയാൽ മോനെ മോനെ നല്ലാരെ, മോനെ മോനെ നല്ലാരെ വേറൊരു പേര് വിളിക്കൂല. റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ എങ്ങനെയാണ് സ്നേഹിക്കുക? ഈ മുമ്പിൽ കണ്ട സ്നേഹസാഗരമെന്ന ഉമ്മയേക്കാൾ കാണാത്ത റസൂലിനെ സ്നേഹിക്കാൻ പട്ടാമ്പിയില് പള്ളിപ്പുറത്തുകാരെ നമുക്ക് കഴിയുമ്പോഴാണ് നമ്മുടെ ഈമാൻ പൂർത്തിയാകുന്നത്. ഭർത്താവിനെ സ്നേഹിക്കുന്ന ഭാര്യമാർ, ആ ഭർത്താവ് നിങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പെടുന്നത് മുഴുവനും നിങ്ങൾ കാണുന്നതാ. മക്കളെ സ്നേഹിക്കുന്ന മാതാപിതാക്കളെ, ആ മക്കൾ ഉമ്മാന്ന് വിളിച്ചോടി വന്ന് കവിളത്ത് മുത്തം തരുമ്പോ കിട്ടുന്ന സുഖം വലുതാ. പക്ഷേ ആ കാണാത്ത റസൂലിന്റെ മഹത്വം ഈ ഉമ്മയേക്കാൾ വലുതാണ്. 1000 ഉമ്മമാരുടെ മാതൃത്വത്തിന്റെ കഥ പറഞ്ഞാൽ മദീനയുടെ മണവാളന്റെ ഒരു ചരിത്രത്തിന് തുല്യമാവുകയില്ല. അതുകൊണ്ടാണ് മഹാനായ സയ്യിദ് റളിയല്ലാഹു അൻഹു ഉമ്മയിൽ നിന്ന് വാപ്പയിൽ നിന്ന് ഓടിയടിച്ചപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പ് വളർന്നപ്പോ ഉമ്മ വരികയാണ്. തന്റെ കാണാതെ പോയ പൊന്നുമോനെ, തന്റെ കാണാതെ പോയ പൊന്നുമോനെ തിരിച്ചു കൊണ്ടുപോകാ. സയ്യിദ് റളിയല്ലാഹു അൻഹുവിന്റെ ഉമ്മ വരുമ്പോ, വാപ്പ വരുമ്പോ മഹാനായ സയ്യിദ് റളിയല്ലാഹു അൻഹുവിനോട് സഹാബികൾ പറഞ്ഞ് റസൂലുള്ളാഹി വിളിക്കുകയാണ്, നിന്റെ ഉമ്മയുടെ കൂടെ നിന്നെ പറഞ്ഞു വിടാ പോവുകയാണ്. ഉമ്മാന്റെ കൂടെ പോണം ചെയ്തേ, ഉമ്മാന്റെ കൂടെ പോണം ചെയ്തേ, ഉമ്മാന്റെ കൂടെ പോണം ചെയ്തേ. ആ സമയത്ത് സ്വന്തം ഉമ്മയുടെ മുമ്പിൽ വെച്ചിട്ട് റസൂലുള്ളാഹിയുടെ മുമ്പ് പൊട്ടിക്കരഞ്ഞുകൊണ്ട് അലിഞ്ഞ് ലയിച്ചു ചേർന്നിട്ട് ആ സയ്യിദെന്ന് പറയുന്ന പൊന്നുമോൾ പറഞ്ഞതെന്താ? എനിക്കെന്റെ ഉമ്മാനെടുത്തു പോണ്ട നബിയേ, എനിക്കെന്റെ വാപ്പാനെടുത്തു പോണ്ട നബിയേ. അന്ത ഉമ്മ
ഉമ്മുൻ അം അബൂ മാ റഅയ്നാ ഫീഹിമാ മിസ്ല ഹുസ്നിക ഖത്തു യാ സയ്യിദി ഖൈറൻ നബിയാ സയ്യിദി ഖൈറൻ നബി അസ്സലാത്തു അലൻ നബി വസ്സലാമു അലാ റസൂൽ അസ്സഫീൽ അബ്താഹി വൽ ഹബീബിൽ അറബി. ആനാര സെയ്ദ് റളിയല്ലാഹു അൻഹു പോയില്ല. ആരംഭ റസൂലിന്റെ ഉമ്മയേക്കാൾ സ്നേഹം എനിക്ക് തന്നവനാണ്. അത് പഠിച്ചോ. നേരിട്ട് കണ്ടവരെങ്ങനാ പറഞ്ഞതെങ്കില് ആ ചരിത്രം അറിയുന്നവര്, ആ ചരിത്രം പഠിക്കുന്നവര്, പട്ടാമ്പി പള്ളിപ്പുറത്ത് നിന്നെ വേദനയോടെ പ്രസവിച്ച 100 മാറാവിനെക്കാരും നിന്റെ നബിയാണ് സ്നേഹം കൊണ്ട് മൂടേണ്ടതെന്ന് അല്ലാഹുവിന്റെ റസൂലേ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എത്ര കൊടുത്താലും മതി വരാത്ത സ്നേഹം. നിങ്ങളുടെ മക്കൾ ഇങ്ങോട്ട് തന്ന സ്നേഹത്തിന്റെ 100 ഇരട്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് തരും.